ചില വാഹനങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ വാഹനം നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നിർമ്മാണ കമ്പനി നിർത്തിപ്പോയി കഴിഞ്ഞാലും ജനമനസ്സുകളിൽ ആ വാഹനം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരുപാട് വാഹനങ്ങളുണ്ട്. ആ തരത്തിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ HM എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന നിർമ്മാണ കമ്പനിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള കോണ്ടസ എന്ന് പറയുന്ന മോഡലാണ്. ശരിക്കും ഒരുപാട് ആളുകളുടെ വികാരം അല്ലെങ്കിൽ ഇന്നും ഒരുപാട് ആളുകൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനം എന്നൊക്കെ വിശേഷിപ്പിക്കാം. 1982 നിർമ്മാണം ആരംഭിച്ച് 2002 കോണ്ടസ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഇന്ത്യൻ വാഹന വിപണിയിൽ നിന്ന് അരങ്ങൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ഒരുപാട് ആളുകൾ ഇതിനെ ഒരു പൊന്നുപോലെ അല്ലെങ്കിൽ ലൈക്ക് എ ബേബി എന്ന് പറയുന്ന പോലെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മളുടെ സുഹൃത്ത് സഫ്വാൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോണ്ടസയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ കുറിച്ചും കൂടി പറയണം. ശരിക്കും മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഇന്നത്തെ മാരുതി സുസുക്കി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വരുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിരുന്നു HM മോട്ടോഴ്സ് എന്ന് പറയാം. BM ബിർള എന്ന് പറയുന്ന മനുഷ്യൻ 1942 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബിർള ഗ്രൂപ്പ് സംരംഭമാണ് എന്ന് വിശേഷിപ്പിക്കാം. ഒരുപാട് വാഹനങ്ങൾ, ഉദാഹരണത്തിന് അംബാസഡർ, അതുപോലെ തന്നെ ലാൻഡ് മാസ്റ്റർ തുടങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഗ്യാരേജിലുണ്ട്. അവർ നിർമ്മിച്ചതിലെ ഏറ്റവും ടോപ്പ് മോഡൽ അല്ലെങ്കിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ മാരുതി വരുന്നത് വരെയുള്ള ഏറ്റവും മികച്ച മോഡലുകളിൽ ഒന്ന് എന്നൊക്കെ നമുക്ക് കോണ്ടസ എന്ന് പറയുന്ന മോഡലിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ശരിക്കും വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനിയായിരുന്നു. അത് പിന്നീട് മാരുതിയുടെ കടന്നുവരവ്, അതിനുശേഷം ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികളുടെ കടന്നുവരവും ഒക്കെ വന്ന സമയത്ത് പതുക്കെ അസ്തമിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്നും അവരുടെ ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോഴും സ്നേഹത്തോടെ അമ്പി എന്ന് വിളിക്കുന്ന അംബാസഡർ, കോണ്ടസ തുടങ്ങിയിട്ട് ഒരുപാട് മോഡലുകൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റേതായിട്ട് ഇന്നും ഉണ്ട്. പിന്നെ ഈ ഒരു കോണ്ടസയുടെ കാലയളവിൽ, അതായത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് മറ്റ് നിർമ്മാണ കമ്പനികളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രീമിയർ പത്മിനിയൊക്കെ പോലത്തെ ചില നിർമ്മാണ കമ്പനികൾ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോണ്ടസയുടെ ഏറ്റവും വലിയ കോമ്പറ്റേറ്ററും ആ ഒരു നിർമ്മാണ കമ്പനികളായിരുന്നു എന്ന് പറയാം. അന്നത്തെ കാലത്ത്, അതായത് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു 2001 മോഡൽ വാഹനമാണ്. 2002 കൂടിയിട്ട് കോണ്ടസ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയൊക്കെ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട്. 1984 ആദ്യമായി കോണ്ടസ എന്ന് പറയുന്ന മോഡലിൻ്റെ വാഹന വിപണിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ ഒക്കെ വരെയായിരുന്നു ഈ വാഹനത്തിന് വിലയുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അത് വലിയ തുകയാണ്. അതായത് 1980 കാലഘട്ടങ്ങളിൽ ഒരു 6 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഈക്വൽ ടു 60 ലക്ഷം ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനം. പിന്നെ ഇതൊരു പോണി കാർ സ്റ്റൈൽ നിർമ്മാണമായതുകൊണ്ട്, അതായത് നീണ്ട ഹുഡും അതുപോലെ തന്നെ നീണ്ട ബൂട്ട് സ്പേസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് റോൾസ് റോയ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇതിനകത്തെ ആളുകൾ യാത്ര ചെയ്തിരുന്നത്. കാരണം അന്നത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനം കൂടിയായിരുന്നു കോണ്ടസ എന്നുള്ളത്. യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള എൻജിൻ്റെ കാര്യത്തിലൊക്കെ കോണ്ടസ ഒരു പടി മുന്നിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്നത്തെ ഏറ്റവും പൈസക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു ഇതിൽ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോണ്ടസ ആളുകൾക്കിടയിൽ ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് കൂടി പറയാം. മറ്റൊരു കാര്യം കൂടി പറയാം, 1950കളിലെ ഒരു എൻജിനായിരുന്നു കോണ്ടസ ഇറങ്ങുന്ന സമയത്ത് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ 1970കളിലെ ഒരു ബോഡി സ്റ്റൈലുമായിരുന്നു കോണ്ടസയിലുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതല്ലേ പറയാം. 1970 ആവുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തീരുമാനിക്കുകയാണ് നമ്മളുടെ അംബാസഡർ 3 ഡീക്കേഡ്സുകളായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആളുകൾ വാങ്ങുന്നൊക്കെയുണ്ട്. പക്ഷേ വേറെ ഒരു മോഡലിനെ വാഹന വിപണിയിൽ ഇറക്കിയാൽ എന്താണ് എന്നുള്ള ഒരു ചിന്ത ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക് ഉടലെടുത്തു എന്ന് പറയാം. അങ്ങനെയാണ് ശരിക്കും കോണ്ടസ എന്ന് പറയുന്ന കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡൽ നിർമ്മിച്ചത്. പക്ഷേ കോണ്ടസ എന്ന് പറയുന്ന വാഹനത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. സാധാരണ അന്ന് ഇന്ത്യൻ റൂട്ടിൽ നമ്മൾ കണ്ട തരത്തിലുള്ള ഒരു ഡിസൈൻ മികവല്ല ശരിക്കും കോണ്ടസൊക്കെ ഉണ്ടായത്. അതിനും ഒരു കാരണമുണ്ട്. 1970 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇങ്ങനെ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത സമയത്ത് 1978കളിൽ UK അത്യാവശ്യം ഫെമിലിയർ ആയിരുന്ന വാക്സ്വെൽ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ വിക്ടർ അല്ലെങ്കിൽ വാക്സൽ VX സീരീസിൻ്റെ അതേ മോഡലാണ് ശരിക്കും കോണ്ടസ ഉള്ളത്. കാരണം ആ ഒരു കാലഘട്ടങ്ങളിൽ ആ നിർമ്മാണ കമ്പനി വിക്ടർ എന്ന് പറയുന്ന മോഡലിനെ അവസാനിപ്പിച്ചപ്പോൾ അതിന് ഡൈ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാലും വാക്സ്വെൽ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ വിക്ടർ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു
ഇൻസ്പിറേഷനോട് കൂടിയിട്ടാണ് കോണ്ടസ എന്ന് പറയുന്ന മോഡലിനെ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ കാണുന്ന തരത്തിൽ ഈ ഒരു വാഹനത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1970-കളുടെ ബോഡിയാണ് ഈ വാഹനത്തിനുള്ളത് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഹൃദയം ഒരു 1.5 ലിറ്റർ BMC B സീരീസ് എഞ്ചിൻ, അതായത് നമ്മൾ ആ ഒരു കാലത്ത് അംബാസഡറിൽ ഉപയോഗിച്ചിരുന്ന അതേ എഞ്ചിൻ, ഒരു 50 ഹോഴ്സ് പവറും ഒരു 4 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടാണ് കോണ്ടസയെ വാഹന വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 50കളിലെ ഹൃദയം എന്നുള്ളത്. അതാണ് കോണ്ടസയുടെ ആകത്തുകയായിട്ടുള്ള ഒരു ചരിത്രം. പക്ഷേ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് പ്രകമ്പനം സൃഷ്ടിച്ച ഒരു വാഹനമാണ്. ഇന്ത്യൻ മസിൽ കാർ എന്നറിയപ്പെടുന്ന, ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഒരുപാട് ആരാധകരുള്ള വാഹനമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വാഹനമാണ്. പല രാജകൊട്ടാരങ്ങളിലും രാജാവിന് പോലും ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു എന്നൊക്കെ പറയാം. ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വാഹനം, ഒരുപാട് ചരിത്രം പറയാൻ കഴിയുന്ന ഒരു നിർമ്മാണ കമ്പനി. പിന്നീട് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, അതായത് ഇന്ന് നമ്മൾ പറയുന്ന മാരുതി സുസുക്കി, അവരുടെ SS80 അതായത് 800ൻ്റെ പഴയ ഫോമിനെ വാഹന വിപണിയിലേക്ക് ഇറക്കിയതോടുകൂടി ഇന്ത്യക്ക് ചൽപ്പടിയെ എന്ന് പറയുന്ന പോലെ ഇന്ത്യക്കാർ മൊത്തം വീലിലാവുകയും പതുക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 2002 കോണ്ടസയെ അരങ്ങിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. വാഹനത്തെ നോക്കിക്കാണുന്ന സമയത്ത് ഒരു ഇൻ്റർനാഷണൽ ടച്ച് നമുക്ക് കിട്ടുന്ന തരത്തിൽ ഒരു മൂക്ക് അല്ലേ, ശരിക്കും ഒരു ഡോഡ്ജിൻ്റെ പല നിർമ്മാണ മോഡലുകളുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നീണ്ട ഒരു ബോക്ക് സ്റ്റൈൽ, അതുപോലെ തന്നെ ആ ഒരു പോണി കാർ കോൺസെപ്റ്റ്, അതുപോലെ 2 ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ്, അത് ഒറ്റ ചേമ്പറായിട്ട് വരുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണാം. ബമ്പർ പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ ബമ്പറുകളാണ്. അത് പഴയ വാഹനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ KL7AK ശരിക്കും കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. കാരണം ഇത് 2001 മോഡലാണ് എന്ന് ഞാൻ പറഞ്ഞു. HM എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അതുപോലെ തന്നെ ഈ ഗ്രില്ല് കണ്ടോ, ഗ്രില്ലും ശരിക്കും ഈ ഒരു മുൻഭാഗത്തെ പോലെ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആ തരത്തിലാണ് ഫ്രണ്ട് ഭാഗം ക്രമീകരിച്ചുള്ളത്. ക്യാരക്ടർ ലൈൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ബൾജ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് ഹുഡുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളെയും അങ്ങനെ തന്നെയാണ് HM മോട്ടോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഈ വീല്, ഇത് ശരിക്കും ഇതിൻ്റെ വീലല്ല കേട്ടോ. അതിനകത്തുള്ള ലോഗോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് വേറെ നിർമ്മാണ കമ്പനിയുടെ വീലാണ്. ഈ ഇതിൻ്റെ ഓർഡർ കുറേയൊക്കെ പാർട്സ് അവൈലബിലിറ്റി പ്രശ്നമുണ്ട്, അത് അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെ അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീലാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും നാനോയുടെ മിററാണ്, ഒറിജിനൽ മിററല്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വാഹനം ആയതുകൊണ്ട് അവൈലബിലിറ്റി പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാൻ ആവശ്യം. ഫ്രണ്ട് വിൻഷീൽഡ്, അതിനകത്ത് നമുക്കൊരു ക്രോമിയം പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റബ്ബർ തന്നെ കേട്ടോ, ഒരു ക്രോം പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്, ക്രോം കളറിംഗ് എന്ന് പറയാം. ആ ഒരു റബ്ബർ ബീഡിങ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാഗത ഇത് ശരിക്കും ഒരു ക്രോം സ്റ്റീലിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നൈസ് സൗണ്ടൊക്കെ നോക്കിയാൽ പഴയ ഒരു വിൻറ്റേജിത്തം അതവിടെ ഉണ്ട്. നീളമുള്ള വാഹനമാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോണി കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഇങ്ങനെ തള്ളി നിൽക്കുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാഗൊക്കെ കാണാം. ഇത് ഇവരുടെ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി. ഇത് നമ്മൾ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഉണ്ട് കേട്ടോ. നമ്മൾ ടീമാണ്, സ്വന്തം ടീമാണ്. ഇതുവരെ അവർ കൂടെ പോകാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇത് നമ്മൾ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കീട്ട് തുറക്കുന്ന പോലെയാണ്, നമ്മൾ പെട്ടികളൊക്കെ തുറക്കുന്ന പോലെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ക്രമീകരിച്ചില്ല. 600 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ള കേട്ടോ. അതായത് ഇപ്പോൾ പല വാഹനത്തിനകത്തും 600 ലിറ്റർ ഒന്നും ഇല്ല. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ബൂട്ട് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ടൈലാം യൂണിറ്റൊക്കെ ശരിക്കും ആ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് പോലെയാണ് നമുക്ക് തോന്നുക. ആ ഒരു സ്ക്വയർ പല കളറുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടിനെ നമുക്കവിടെ കാണാം. കോണ്ടസ എന്ന് പറയുന്ന വലിയ ബാഡ്ജിങ് തൊട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ബാക്ക് ഷീൽഡും നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് എവിടെയൊക്കെയോ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ചെറിയ എലമെൻറ്റുകളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രസമുണ്ട്, ഒരു യുനീക്നെസ്. എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഇങ്ങനൊരു മോഡൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് കഴിഞ്ഞാലും ബാക്കിലത്തെ പല എലമെൻറ്റുകളും നമുക്ക് പല ഇൻ്റർനാഷണൽ നിർമ്മാണ കമ്പനികളുടെ മോഡലുകളുമായിട്ട് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ശരിക്കും അകത്ത് കാണുന്നത്. കാരണം വെച്ചാൽ ഫുള്ളി ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഫുള്ളി ലെതർ റാപ്പിഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡോറിന് തുടങ്ങാം. ഈ ഡോറിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് ലെതർ റാപ്പിഡായിട്ട് ക്രമീകരിച്ചത്. അപ്പോൾ ഇതിന് നോക്കിയാൽ വുഡാണ്, ശരിക്കും ഫുൾ വുഡൻ ട്രിമ്മ് അല്ലെങ്കിൽ അങ്ങനെ ഫുള്ളി വുഡ് കൊണ്ട് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ആസ്ട്രേൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയില്ലേ നോക്കിയാൽ. റോൾസ് റോയ്സിലൊക്കെ വുഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ കോണ്ടസ ഡോർ ഹാൻഡിൽ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിലാണ്. ഇവിടെ മാത്രമല്ല എല്ലാ ഡോറിൻ്റെ വുഡ് തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഇനി ബാക്കത്തെ നോക്കിയാൽ ആടാ വുഡ് തന്നെയാണ്. അത് നൈസ്. ഇനി ഡാഷ് ബോർഡിലേക്ക് നോക്കിയാൽ ഡാഷ് ബോർഡിൻ്റെ ഈ ഭാഗത്തൊക്കെ തന്നെയും ലെതർ എലമെൻറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ലെതർ കാണാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സോഫ പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സാധനത ഇത് ശരിക്കും ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് പുഷ് ബാക്കിൻ്റെ. ബാക്കിയൊക്കെ സാധാരണ ഉള്ള പോലെ തന്നെയാണ്. ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് കയറിയിരിക്കാം.
യെസ്, അടിപൊളി. സീറ്റിംഗ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ്ലി ലെതർ ചെയ്ത് നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ AC വെൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒറിജിനൽ ആട്ടോ. AC വെൻസ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഈ മ്യൂസിക് സിസ്റ്റം പുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്നത്തെ കാലത്ത് മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഗിയർ സിസ്റ്റം ഇപ്പം 5 സ്പീഡാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 സ്പീഡാണ്. ഇപ്പം ഇതിനകത്ത് നമുക്ക് 5 സ്പീഡാണ് കാണുന്നത്. അപ്ഗ്രേഡ് 2001 വന്ന സമയത്തുള്ള ആ ഒരു വ്യത്യാസമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തോ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. സ്റ്റോറേജ് സ്പേസിന് ഇത് സ്റ്റോറേജ് സ്പേസ് അല്ല. ഓക്കെ, അങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാൻ കഴിയും. കൊള്ളാം. അതുപോലെ തന്നെ മീറ്റർ കൺസോള്, ഫ്യൂവൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ടുപുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ കിലോമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പുറത്തെ നമ്മളുടെ ബാറ്ററിയുടെ കാര്യങ്ങൾ, ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. എയർ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഡ്രൈവറുടെ ഈ ഒരു സൈഡിലാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ ഒക്കെ കൺട്രോൾ വരില്ലേ, ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഓഫ്, കൂള്, അതുപോലെ തന്നെ ഫാൻ്റെ സ്പീഡ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ആണ് സംഭവങ്ങൾ, കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് HM എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണിൻ്റെ ബട്ടൺ ഉണ്ടോ, ചെറിയ 2 ഹോണ്ടൊക്കെ. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് സ്റ്റിയറിംഗ് വീൽ കേട്ടോ, അടിപൊളി. അപ്പോൾ എന്നാലും ഇരിക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. പക്ഷേ എൻ്റെ തല മുട്ടുന്നുണ്ട് ഉണ്ടോ, ചെറിയ മുടിയൊക്കെ അങ്ങനെ ഒരുതുന്നുണ്ട്. ഗ്യാപ്പൊന്നും പറയാനില്ല. ഓക്കെ, ഇവിടെയും ലെതർ തന്നെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൊടുത്തുള്ള ഈ വെള്ള കാണുന്നത് ഇത് മൊത്തം ലെതർ മെറ്റീരിയൽ കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചേക്കണം. കൊള്ളാം സംഭവം. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു പ്രീമിയം, ഇപ്പോൾ ബെൻറ്റ്ലീൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഡാഷ്ബോർഡ് ഫുള്ള് ലെതർ, അവിടെ ലെതർ, ഇവിടെ ലെതർ. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ലെതർ റാപ്പിഡ് ആയിട്ടുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ, അന്നത്തെ ബെൻറ്റ്ലിയും റോൾസ് റോയ്സും ഒക്കെ കോണ്ടസ് തന്നെയാണ്. അടിപൊളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 ലക്ഷം രൂപ കൊടുക്കുന്ന ആളുകൾക്ക് അന്നത്തെ ഈ ലെതർ എലമെൻറ്റുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ആ പൈസ കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു കോണ്ടസ് ഉള്ള മുതലാളി അന്നത്തെ കാലത്ത് ഇരുന്നിട്ടുണ്ടായിരിക്കുക ഈ ഒരു ബാക്ക് സീറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ പല വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ലക്ഷറിയസ് സോഫ അത് അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു പൊസിഷനൊക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചത്. ഒരാൾക്ക് കറക്റ്റ് ഇരിക്കാൻ പറ്റും, അല്ലാത്ത ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്തൊക്കെ വെച്ച് ശരിക്കും അയാളെ ഭയങ്കര കംഫർട്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ബാക്കിലത്തെ ഹെഡ് റെസ്റ്റുകൾ ഇത് സീറ്റിൽ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ തന്നെയാണ്, അല്ലാതെ വലുതാക്കി അങ്ങനെയൊന്നും കൊടുക്കാറില്ല. അത് ഈ വാഹനത്തിനകത്തും അതേപോലെ തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഫ്രണ്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയാൽ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 കിലോ വരെ ഇതിന് സപ്പോർട്ട് ചെയ്യും. ആ തരത്തിലാണ് ഇതിൻ്റെ ഹുക്ക് കൊടുത്തിട്ടുള്ളത്. നൈസ്. അത്യാവശ്യം നല്ല പ്രീമിയം തന്നെ, ഇപ്പോഴും ഇത് നല്ല പ്രീമിയമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെ ആയിരിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 2 ഓപ്ഷനുകൾ, അതായത് ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസലാണ്. ഒരു 1955 cc ഡീസൽ എഞ്ചിൻ, 55 ഹോഴ്സ് പവർ, 107 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിക്കും 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിനാണ്. അത് അതേപോലെ തന്നെ ഒരു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും 50 HP-യിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവസാന കാലഘട്ടങ്ങളിലൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഹോഴ്സ് പവറൊക്കെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനൊരു വാഹനം എടുത്ത് എൻ്റെ തോട്ടത്തിലൂടെ കറങ്ങുമ്പോൾ വൈകുന്നേരം ആവുമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ചോദിച്ചു പോലും അത്രയും വേഗത കുറഞ്ഞ വണ്ടികളൊക്കെ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ച പോലെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങൾ വന്നപ്പം പവർ കുറഞ്ഞ വാഹനങ്ങളൊക്കെ കാലക്രമേണ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ പതുക്കെ തിരശ്ശീലയുടെ പിന്നിലേക്ക് മാഞ്ഞ ഒരു നിർമ്മാണ കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. പക്ഷേ എന്ന് കഴിഞ്ഞാലും നിർമ്മാണ കമ്പനി തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് മാറി കളമൊഴിഞ്ഞു, ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നൊക്കെ പറയുമ്പോഴും അംബാസഡറും കോണ്ടസയും ഒക്കെ ഇന്നും കേരളത്തിൻ്റെ റോഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയുടെ റോഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പലയിടത്തും മഞ്ഞയും ബ്ലാക്കും അല്ലെങ്കിൽ ഫുള്ള് മഞ്ഞയും ഒക്കെ അടിച്ചിട്ട് മനോഹരങ്ങളായിട്ടുള്ള ടാക്സികൾ ഇപ്പോഴും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡറുകളാണ്. ചില വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഴയ പ്രൗഢി കാണിക്കാൻ ഇപ്പോഴും അംബാസഡറിനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കാലത്ത് പ്രസവത്തിന് വരെ ആളുകൾക്ക് അതിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള തരത്തിൽ ഗംഭീരമായി മാർക്കറ്റ് ചെയ്തിരുന്ന, അത്രയും യാത്രാസുഖമുള്ള, അത്രയും കംഫർട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ സമ്മാനിച്ചിട്ടാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ പിന്നിലേക്ക്, തിരശ്ശീലയുടെ പിറകിലേക്ക് മാഞ്ഞത് എന്നതുകൂടി ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇന്നും നമ്മുടെ റോട്ടിൽ ഒരു കോണ്ടസയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു അംബാസഡറിനെ കാണുമ്പോൾ അതിനെ പൊന്നുപോലെ സ്നേഹിച്ച് മകനെ പോലെ കൊണ്ടു നടന്ന ഒരുപാട് ആളുകളുടെ ഓർമ്മ കൂടി അതിൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് വായിക്കേണ്ടി വരും. അങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു സുഹൃത്തിനെ കൂടി പരിചയപ്പെടാം, നമ്മുടെ സഫ്വാൻ ബ്രോ. അപ്പോൾ ഇതാണ് സഫ്വാൻ ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, ശരിക്കും സഫ്വാൻ ബ്രോ കോഴിക്കോട്ടുകാരനാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇവിടെ പഴമ്പറമ്പിൽ. അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും ഒരു വിൻറ്റേജ് വാഹനം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ. ഓക്കെ, കോണ്ടസ എന്ന് പറയുന്ന മോഡൽ എന്തുകൊണ്ടാണ് എടുത്തത്? അത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത്രത്തോളമാണ്. ഇപ്പോൾ പുതിയ വണ്ടികളൊന്നും ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് ഇറങ്ങുന്നില്ല.
പിന്നെ ഇതിൻ്റെ ഈ ലെങ്ത്താണ് മെയിനായിട്ട് അത്രയ്ക്കും എനിക്ക് അട്രാക്റ്റീവായിട്ട് വന്നത്. അടിപൊളി. എന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു മോഡൽ വാങ്ങിയത്? എത്ര കാലം? ഇപ്പം ഒരു 2 ഇയർ ബാക്കിലാണ് വാങ്ങിയത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ലെങ്ത്ത്? ഇതിൻ്റെ ലെങ്ത്താണ്. ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം? പിന്നെ ഒരു പുള്ളിങ് കുറച്ചൊരു 55 HP ഉള്ളൂ. അതെ പഴയ മോഡൽ. ഓക്കെ. ഇതിലിപ്പം സ്വാഭാവികമായിട്ടൊരു വിൻറ്റേജ് വാഹനം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ടാസ്ക്കാണ്. പാർട്സ് അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടായിരിക്കും, മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ സഫാൻ ബ്രോ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതായത് നമ്മുടെ പഴയ പണിക്കാരുണ്ടാവും, എന്താണോ ഇതിൻ്റെ മെക്കാനിക്സ്, പഴയ ആൾക്കാർ, അവർ കൊണ്ടുവച്ചിട്ട് അതല്ലെങ്കിൽ വേറെ വണ്ടിയുടെ സാധനങ്ങൾ എടുത്ത് ഓൾട്ടർ ചെയ്ത് ഇതിലേക്ക് വെക്കും. കുറച്ച് റിസ്ക്കിയാണ്. എന്തെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ്. അങ്ങനെയാണ് നാനോൻ്റെ ഇതൊക്കെ വന്നത്. അതാണ് ഈ ഒരു മിറർ ഇപ്പോൾ അവൈലബിൾ അല്ല, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയുന്നുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ മിറർ എവിടെയെങ്കിലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് ഉപകാരമായിരിക്കും അല്ലേ? വിൻറ്റേജ് വാഹനങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്നത് എക്സ്പെൻസീവ് ആണോ? ശരിക്കും എക്സ്പെൻസീവാണ്, ഒരുപാട് എക്സ്പെൻസീവ്. അറ്റ്ലീസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിനൊരു ഇൻഷുറൻസ് വരെ 10,000 രൂപ വരുന്നുണ്ട്. അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തന്നെ കൊണ്ട് നടക്കണം. അത് എന്താണ് ഗിയർ ഷിഫ്റ്റിംഗ് വരെ അത്രയും കൺട്രോൾ ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ പണി പാടും. സസ്പെൻഷനും എല്ലാ കാര്യങ്ങളും. അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ, വാഹനം കാണാൻ അവസരം തന്നതിൽ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം പോസ്റ്റ് ആയതിലൊക്കെ നന്ദി. താങ്ക് യു. അപ്പോളേ നമ്മളെ കോണ്ടസ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇതിനകത്ത് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. അപ്പോൾ പഴയ പല മോഡലിൻ്റെ കാര്യത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റുകളൊന്നും ഉണ്ടാവാറില്ല. പിന്നീടാണ് സീറ്റ് ബെൽറ്റൊക്കെ ഭയങ്കര ഒരു സേഫ്റ്റി നോംസ് ആയിട്ട് ഇതായി വന്നതൊക്കെ പിന്നീടാണ്. അതുകൊണ്ട് തന്നെ പല വണ്ടികളിലും സീറ്റ് ബെൽറ്റ് ഉണ്ടാവാറില്ല. നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അത് കമൻറ്റ് ചെയ്യരുത് പറഞ്ഞുകൊണ്ട് നമുക്ക് കോണ്ടസയുടെ വിഷയത്തിലേക്ക് വരാം. ശരിക്കും കൊള്ളാം. അതായത് ഞാൻ ഈ വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് കുറച്ചൊരു ഹാർഡ്നെസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അതില്ല. അത്യാവശ്യം പവർ സ്റ്റിയറിങ്ങോട് കൂടി വന്നിട്ടുള്ളതാണ്. അത് ഓക്കെയാണ്. അപ്പം കൊണ്ട് നടക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ നല്ല സസ്പെൻഷനാണ്, അതും ഒരു നല്ല കാര്യം. അപ്പോൾ ബാഡ് റോഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും വലിയ അലപ്പുകളൊന്നും ഇല്ലാത്ത നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ഈ ഒരു ഷൂട്ടിന് വേണ്ടി നിർത്തിയിരുന്ന സ്ഥലത്തേക്ക് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് മോശം റോഡൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും നമുക്കത് നല്ല രൂപത്തിൽ കയറി വന്നു. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഉപയോഗിച്ചിട്ടുള്ള വീല് BMW വീലാട്ടോ, അതേ ഭാഗമാവുള്ളൂ. അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു പ്രത്യേക പോയിൻ്റായിട്ട് എടുത്ത് പറയാം. നല്ല രസമുണ്ട്. ശരിക്കും ഒരു ഗട്ടറിൽ ചാടിയത്, പക്ഷേ അതൊന്നും ക്യാബിനകത്തേക്ക് അങ്ങനെ അറിയുന്നില്ല. ആ ഒരു കുറച്ചൊരു ഫ്ലോട്ടിങ് ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ലക്ഷറി ഫ്ലോട്ടിങ് എന്നുള്ള രൂപത്തിലല്ല, എന്നാലും ഓക്കെയാണ്. സംഭവം നൈസ്. നല്ല സുഖമുണ്ട് ഓടിക്കാനേ, നല്ല സുഖമുണ്ട് ഓടിക്കാൻ. ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണേ തല ഇവിടെ തട്ടുമ്പോഴുള്ള ഒരു, അത് യൂസ്ഡ് ത്രൂ ആയി കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നീളമുള്ള ആളായതുകൊണ്ടുള്ള ഒരു ഇതാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലക്ഷറി സെറ്റപ്പ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം വാഹനം. പിന്നെ ഐ ക്യാച്ചിങ് ആട്ടോ, എന്നിട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, കൊള്ളാലോ എന്നുള്ള മൈൻഡിൽ. ഐ ക്യാച്ചിങ് സാധനമാണ്. ഗിയറൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ശരിക്കും ഗിയറൊക്കെ കുറച്ചൊരു ഹാർഡ്നെസ് എക്സ്പെക്ട് ചെയ്തായിരുന്നു, സത്യം പറയണം. പക്ഷേ ഇത് കൊണ്ടു നടക്കുന്ന ആളുടെ ഒരു ഹൈലൈറ്റ്സ് ആണ്. ഭയങ്കര നീറ്റാണ്, ക്ലീനായിട്ട്. പിന്നെ നീളക്കൂടുതലിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ യൂസ്ഡ് ത്രൂ ആവാവുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ നീളമുള്ള വാഹനം ഓടിച്ചുകൊണ്ട് ആ ഒരു കെയറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ശരിക്കും പഴയ കാലത്തെ ഒരു ലക്ഷറിയസ് വാഹനം എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്തിരുന്ന കോണ്ടസ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആളുകളുടെ വികാരമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ കോണ്ടസ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം മുതൽ ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളൊക്കെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിൻറ്റേജ് ആവുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു വില വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വില പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പക്ഷേ എന്ന് പറഞ്ഞാലും ഒരു ഏകദേശ പ്രൈസിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഞാൻ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് വാല്യൂ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു വികാരം എന്നുള്ളൊരു വാല്യൂ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായം പറയലും ഒക്കെ തന്നെയാണ് നമ്മളുടെ എനർജി. അപ്പോൾ അത് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ശരി.